ഒരൊറ്റ പഴം വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ 6 പീസായിട്ടാണ് ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയി കിട്ടുന്ന രീതിയിൽ തന്നെ തിരിച്ചും മറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് വഴറ്റിയെടുത്ത് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ പഴമൊക്കെ ഞാനിവിടെ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് പാലും ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും പിന്നെ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു അല്പം ഉപ്പും കളറിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ പഴം വാട്ടിയെടുത്തുള്ള സെയിം പാനിലേക്ക് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടെ പഴം വാട്ടിയെടുത്തിട്ടുള്ള ആ ഒരു നെയ്യ് ഇതിലുണ്ടായതുകൊണ്ട് സെപ്പറേറ്റ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് മാവ് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഫുള്ളായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റോൾ ചെയ്തെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ.